ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഷെവർലെറ്റ് എൻജോയ് ആണ്. ഇതിൽ 1 ലാഖിൻ്റെ സർവീസാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ്. ടൈമിംഗ് കിറ്റ്, ഡീസൽ ഫിൽറ്റർ, അതുപോലെ മേജർ സർവീസാണ് ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ ഇതിൽ അഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്നത് വണ്ടി റണ്ണിങ്ങിൽ ചെറിയൊരു വൈബ്രേഷനും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കിടക്കുന്നൊരു സൗണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഗിയർ ബോക്സ് ബെഡും അതുപോലെ എൻജിൻ ബെഡും വീക്കായിരിക്കണം. ഗിയർ ബോക്സ് ബെഡ് പക്ക പൊട്ടിയിരിക്കുകയാണ് ഇതിനകത്ത്. ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം മിണ്ട് നിൽക്കുന്നുണ്ട്, അത് പക്ക പൊട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗത്തും വിട്ട് നിൽക്കുകയാണ്. അത് അഴിച്ചാൽ ഞാൻ കറക്റ്റായി കാണിച്ചു തരാം. അത് അഴിച്ചിട്ടില്ല. അത് മാത്രമല്ല എൻജിൻ ബെഡും ഇതിൻ്റെ വീക്കാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ എടുത്തിട്ട് റണ്ണിങ്ങിൽ പോകുമ്പോൾ ഒരു തേർഡ് ഗിയറിലൊക്കെ പോയിട്ട് കുറച്ച് RPM കൊടുക്കുമ്പോൾ തന്നെ ബുറന്നൊരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അത് അതിൻ്റെയാണ്. അതുകൂടാതെ ഇതിൻ്റെ ലോവർ ആം ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ വണ്ടികളുടെ പോലെയല്ല. ഈ ലോവർ ആം ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റോട് കൂടി തന്നെ ഇത് മാറണം. ഇത് നമുക്ക് ലോവർ ആം ബോൾ ജോയിൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നില്ല. മറ്റുള്ള വണ്ടികളിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ബോൾ ജോയിൻറ്റ് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് ബോൾ ജോയിൻറ്റ് മാത്രമായിട്ട് മാറാൻ പറ്റില്ല. ബുഷുകൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും, ബുഷ് കിറ്റ് കിട്ടാനുണ്ട്. പക്ഷേ എങ്കിൽ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ലോവർ ആം അസംബ്ലി തന്നെ മാറണം. അപ്പോൾ ഇതിൽ ലോവർ ആം അസംബ്ലി തന്നെ മാറണം. ഈ സൈഡ് നല്ല അടിയുണ്ട്, നല്ല പ്ലേ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു കുത്ത് പ്ലേയാണ് കിട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്ത് പ്ലേ ഉണ്ട്. ഇത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത്ര സൗണ്ടായിട്ട് ഇതാ അറിയില്ല. ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ സൗണ്ട് അത്രയായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഈ സൈഡും പ്ലേ ഇല്ലെങ്കിലും അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വിട്ടാലും ഒരു 10,000-3000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഇതും ഷെയ്ക്ക് വരും. അപ്പോൾ 2 ലോവർ ആം ബോൾ ജോയിൻറ്റും മാറുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അതുപോലെ ഇതിൻ്റെ എൻജിൻ ബെഡും മാറണം. ഇതിപ്പോൾ നമ്മൾ ടൈമിംഗ് കിറ്റ് അഴിക്കാനായിട്ട് നമുക്ക് ഈ ക്രാങ്ക് കേസ് അഴിച്ച് മാറണം. ക്രാങ്ക് കേസ് ഉണ്ടോ, ഈ ലെവലിലാണ് ക്രാങ്ക് കേസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ക്രാങ്ക് കേസ് നമ്മൾക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ട് അഴിച്ചാലും ഇതിനകത്തൂടെ വരാൻ ചാൻസ് കുറവാണ്. ഇതിനകത്ത് മുട്ടിയിട്ട് പുറത്തേക്ക് വരില്ല. എന്താ വെച്ചാൽ ഇതിനൊരു ഓയിലിൻ്റെ സ്ട്രൈനറും വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്കിത് അങ്ങോട്ടോ ഇങ്ങോട്ടോ താഴത്തേക്ക് വരും, പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാനോ എടുക്കാനോ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി തന്നെ ചെയ്യണം. ചെയ്താൽ മാത്രമേ തന്നെ കറക്റ്റായിട്ട് ഇവിടെയുള്ള മൗണ്ടിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർത്താൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ഇത് ക്രോസിലാണ് ഈ 2 എൻജിൻ ബെഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രോസിൻ്റെ ബോൾട്ടും ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം താഴെ ഇറക്കിയിട്ട് എൻജിൻ ഹാങ് ചെയ്യണം. ഹാങ് ചെയ്ത് നിർത്തിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ക്രോസ് ഇറക്കാനായിട്ട്. അല്ലാത്ത പക്ഷം എൻജിൻ താഴെയിരിക്കും. നമുക്ക് അങ്ങനെ അഴിക്കാനും കിട്ടില്ല. എങ്ങനെ വെച്ചിട്ട് അഴിക്കാനും പറ്റില്ല. ഇത് എങ്ങനെ വെച്ച് കുത്തി വെച്ച് നമുക്ക് അഴിച്ചാലും മുകളിൽ ഹാങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോൾട്ട് എല്ലാം ലൂസ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ താഴ്ത്തിയിട്ട് എൻജിൻ ഒന്ന് ഹാങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ക്രോസ് ഇറക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ താഴെയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ ലിഫ്റ്റിലിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരിയും കൂടെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോക്കൊക്കെ റീകണ്ടീഷനിങ് ഷോക്കാണ്. ഇതുണ്ടോ, റീകണ്ടീഷൻ ചെയ്താണ്. നമ്മളിത് റെക്കമെൻഡ് ചെയ്യില്ല റീകണ്ടീഷൻ. അത് എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ലോവർ മറ്റേ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. അതുപോലെ റിയറിലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓടിച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് റിയറിലെ ബുഷുകളോ ഷോക്കുകളോ യാതൊരു ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലെ വീൽ ബെയറിങ്ങും അതുപോലെ തന്നെ ലോവർ ആമും ആണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് നിലവിലുള്ളത്. അതുപോലെ എൻജിൻ ബെഡും മാറണം, ടൈമിംഗ് കിറ്റും മാറണം. ഓക്കെ. അതുപോലെ തന്നെ ഇത് ടൈമിംഗ് കിറ്റ് മാറുമ്പോൾ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ടൈമിംഗ് കിറ്റ് മാറുമ്പോൾ എപ്പോഴും നമ്മൾ എൻജിൻ ഓയിൽ ഫ്ലഷ് ചെയ്തിട്ട് അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. ആ ഭാഗം എൻജിൻ്റെ ഭാഗം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എൻജിൻ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. എൻജിൻ ഫ്ലഷർ ഉപയോഗിച്ചിട്ട് ഒരു 10 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിലിടാം. 10 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിലിട്ടതിന് ശേഷം ഓയിൽ ചോർത്ത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ്ലി അതിൻ്റെ അതിലുള്ള അഴുക്കും കാര്യങ്ങളും കംപ്ലീറ്റും ഡ്രെയിനായി പൊക്കോളും. എന്നിട്ട് വേണം നമുക്ക് ഓയിൽ റിട്ടേൺ വയ്ക്കാൻ. അപ്പോൾ ഇത് ടൈമിംഗ് കിറ്റ് അഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഓയിൽ ഫ്ലഷ് ഉപയോഗിച്ച് ഓയിൽ ഫ്ലഷ് ചെയ്യണം. ഇതിൻ്റെ ക്രാങ്ക് പുള്ളിയുടെ ത്രെഡ് എപ്പോഴും ഓപ്പോസിറ്റ് ത്രെഡാണ് വരിക. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ലൂസാവുന്ന ത്രെഡ്. നമുക്ക് എൻജിൻ ഹാങ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഹാങ് ചെയ്ത് വേണം നിർത്താനായിട്ട്. അപ്പം നമ്മളിതിൻ്റെ ചെയിൻ കംപ്ലീറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഇവിടെ പാക്കിങ് വരില്ല. ഇതിനകത്ത് മൊത്തം പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത റീപേസ്റ്റ് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല ഈ കാണുന്ന ബ്ലാക്ക് കംപ്ലീറ്റും ഓയിൽ കംപ്ലീറ്റും ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചെയിനും ടെൻഷനറും അതുപോലെ ഗൈഡും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട്.
നമുക്ക് എല്ലാ സാധനവും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് ഡീസൽ ഫിൽറ്ററാണ്. ഇത് മാരുതിയുടെ തന്നെ സെയിം തന്നെയാണ് ഷവർലെറ്റിനും വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ GL പോകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് മാരുതിയുടെ ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. ഇത് ഇട്ടാൽ മതി. ഇത് 655 രൂപ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടൈമിങ്ങിൻ്റെ ടെൻഷനർ ഇതൊക്കെ നമ്മൾ എൻജിൻ ഭാഗമായിട്ടുള്ള എല്ലാ പാർട്സുകളും നമ്മൾ ഓയിൽ സാധനം തന്നെയാണ് ഇടുന്നത്. ഓയിൽ സാധനം ഇട്ടാൽ തന്നെ അത് അത്രയും ഒരു പെർഫെക്ഷൻ അതിനകത്ത് കിട്ടുള്ളൂ. അതിൻ്റെ ടെൻഷനൊക്കെ ഒരു നമ്മുടെ സാധാ മേക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ചെറിയൊരു വ്യത്യാസം കാണും. അപ്പോൾ ഒറിജിനൽ ഇടുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് അതിനകത്ത് കാണിക്കും. ഇതിപ്പോൾ നമ്മൾ GMൻ്റെ തന്നെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ടെൻഷനറാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഓയിൽ ഫിൽറ്റർ, അതും ഒറിജിനൽ തന്നെ ഷവർലെറ്റിൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ടൈമിംഗ് പാർട്സിനൊന്നും MRP അതിനകത്ത് ഇടില്ല അവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ ആയതുകൊണ്ട് അതിനകത്ത് ആഡ് ചെയ്തില്ല. ഇത് ഓയിൽ ഫിൽറ്ററാണ്. 657 രൂപ വരുന്നുണ്ട്. ഒറിജിനൽ തന്നെയാണ് ഷവർലെറ്റിൻ്റെ. അതുപോലെ ഇത് ടൈമിങ്ങിൻ്റെ പാഡ്, അതും ഒറിജിനൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നൊരു പാഡും കൂടെ വരും. 2 പാഡാണ് അതിനകത്ത് വരുന്നത്. അതും ഒറിജിനൽ തന്നെ GMൻ്റെ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ടൈമിങ് ചെയിനുണ്ട്. ഇത് ടൈമിങ്ങിൻ്റെ വീലാണ്, ചെറിയ വീലാണ്. അതും ഷവർലെറ്റിൻ്റെ തന്നെ ഒറിജിനൽ. പിന്നെ ടൈമിങ് വീല്, ഇതാണ് ടൈമിങ് വീല് വരുന്നത്. അല്ല, അതും ഷവർലെറ്റിൻ്റെ തന്നെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്. ടൈമിങ് പാർട്സ് എപ്പോഴും ഓയിൽ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ വരുന്നത് നമുക്ക് വീൽ ബെയറിംഗ് ആണ്. വീൽ ബെയറിംഗ് നമുക്ക് കുഴപ്പമില്ല. SMR ഒക്കെ നല്ല കമ്പനി തന്നെയാണ്. ഒറിജിനലിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് SMRയുടെ ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടോ ഇത് ഹബ്ബോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ബെയറിംഗ് വരുന്നത്. സെപ്പറേറ്റ് ബെയറിംഗ് പ്രസ് ചെയ്യല്ല ചെയ്യുക. അതിൻ്റെ ഹബ്ബോട് കൂടിയിട്ട് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ SMR എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഹബ്ബോട് കൂടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ എൻജിൻ ബെഡ്, ഇത് ഏറ്റവും ലോ ക്വാളിറ്റിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൗണ്ടാണ് ഇത്. എല്ലാം നമ്മളെ വോൾസ്വാഗനൊക്കെ വരുന്ന മൗണ്ട് കൊടുക്കുന്ന കമ്പനിയാണിത്. ഇതിൻ്റെ റബ്ബർ ബുഷുകളൊക്കെ പക്കയായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ ബുഷുകളായിരിക്കും ഇതിനകത്ത് വരുന്നത്. അത് നമ്മൾ അതർ മാർക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് റൈറ്റ് സൈഡിലെ മൗണ്ട്, അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലെ മൗണ്ട്. ഇത് സെയിം തന്നെയാണ് കേട്ടോ. ഇത് ലെഫ്റ്റ് സൈഡിലെ മൗണ്ട്. ഇത് വന്നിട്ട് ഗിയർ ബോക്സ് ബെഡ്. ഇത് ഗിയർ ബോക്സ് ബെഡാണ്. പിന്നെ അതുപോലെ 2 ലോവർ ആം ഇതിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ലോവർ ആമും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആം ബോൾ ജോയിൻ്റ് ആയിട്ട് മാറാൻ പറ്റില്ല. ഇത് ഫിക്സഡ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. കണ്ട് ഇത് നമുക്ക് അഴിച്ച് മാറ്റാനായിട്ട് കഴിയില്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ലോവർ ആം ബുഷുകൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുഷ് മാറാം. പക്ഷേ ലോവർ ആം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസംബ്ലി ആയിട്ട് തന്നെ മാറണം. അപ്പോൾ 2 ലോവർ ആം അസംബ്ലി മാറിയിട്ടുണ്ട്. വേറെ വണ്ടിക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. നമ്മൾ കയറ്റുമ്പോൾ അതിൻ്റെ EGR എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് പക്കയായിട്ട് കയറ്റും. പിന്നെ ഒന്നുകൂടെ എൻജിൻ പെർഫോമൻസ് അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കിറ്റ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ചെയിനും 2 പാഡും ടെൻഷനറും. ഇപ്പോൾ നമ്മുടെ ഈ ടെൻഷനറിൻ്റെ അളവ് കണ്ടോ, ഇത്രയും ഒരു 3 mm 4 mm പുറത്ത് നിൽക്കുന്നുള്ളൂ. ആ ഒരു ലെവലിൽ വേണം നിൽക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ പഴയത് അഴിക്കുമ്പോൾ ഇത് ഒരുപാട് ഇങ്ങോട്ട് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ചെയിൻ പോയത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. പഴയത് ടെൻഷനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഏകദേശം ഈ ലെവലിൽ നിൽക്കും, ഫുള്ളായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കും. ഇത് കറക്റ്റ് ലെവലിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ചെയിൻ ടെൻഷൻ ഇതിൻ്റെ പുള്ളികൾ എല്ലാം മാറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കവർ കൂടെ കയറ്റാം. കവർ പേസ്റ്റ് ഇട്ടിട്ട് വേണം നമുക്ക് കവർ കയറ്റാനായിട്ട്. നമുക്കിതിൻ്റെ പേസ്റ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താൽ മാത്രമേ അടുത്ത പേസ്റ്റ് ഇതിനകത്ത് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. നമ്മളിത് ക്ലീൻ ചെയ്യാണ്ട് പേസ്റ്റ് ഇതിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പേസ്റ്റ് ഇതിനകത്ത് പിടിക്കില്ല. ലീക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പേസ്റ്റ് കംപ്ലീറ്റും ഇതാക്കിയതിന് ശേഷം ഒരു മീഡിയം എമരി ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അത് പക്ക ക്ലിയർ ആവുള്ളൂ. എന്നാലേ ലീക്ക് വരാതെ നമുക്കുണ്ടാവുള്ളൂ. വേണ്ട, ഇതിലും പക്കയായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് എമരി ഇട്ടിട്ട് ഒന്ന് റഫാക്കി എടുത്തിട്ട് വേണം കയറ്റാനായിട്ട്. അതുപോലെ നമ്മൾ അഴിക്കുമ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട ഭാഗം ഇങ്ങനെ നനങ്ങിയിട്ടുണ്ടാവും. അത് പക്ക ലെവൽ ചെയ്തിട്ട് വേണം തിരിച്ച് കയറ്റാനായിട്ട്. അതുപോലെ പക്ക ക്ലീൻ ആക്കിയിട്ട് വേണം കയറ്റാൻ. അപ്പോൾ നമ്മുടെ വർക്ക് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് കിറ്റ് മാറി ഇതിൻ്റെ. അതുപോലെ തന്നെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, ലോവർ ആം, ഫ്രണ്ടിലെ വീൽ ബെയറിങ്
മേജർ സർവീസ് എന്ന് വെച്ചാൽ ഡീസൽ ഫിൽറ്റർ 4 ബ്രേക്ക് അഴിച്ച് പക്ക നോക്കിയിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഓയിൽ കുഴപ്പമില്ല, അതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, അത് തന്നെ കയറ്റിയിട്ടുണ്ട്. മറ്റുപടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണിപ്പോൾ വേറെ ലീക്കോ കാര്യങ്ങളോ വേറെ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. എപ്പോഴും നമ്മൾ ടൈമിംഗ് കിറ്റ് മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോക്കേണ്ടത് കൂളൻ്റ് ലീക്കും എഞ്ചിൻ ഓയിൽ ലീക്കുമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ലീക്ക് വരേണ്ട സാധനങ്ങൾ ഓയിൽ സമ്പ്, സെക്കൻഡ് സമ്പ്, ടൈമിംഗ് കവർ, അതുപോലെ വാട്ടർ പമ്പ്, കൂളൻറ്റിൻ്റെ ജാക്കറ്റുകൾ എല്ലാം നമ്മൾ അഴിച്ചു വിടുന്നതാണ്. അപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓറിങ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവാതിരിക്കാം, ചിലപ്പോൾ പേസ്റ്റ് കറക്റ്റ് ആവാതിരിക്കാം, അങ്ങനെയൊക്കെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടൈമിംഗ് കിറ്റ് കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ എഞ്ചിൻ പരമായ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 to 3 മണിക്കൂർ റണ്ണിങ്ങിൽ വിട്ടിട്ട് പക്ക അടിയിൽ ലീക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് വേണം കസ്റ്റമർ കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാസമയം കസ്റ്റമർ നമ്മുടെ വണ്ടികൾ ചിലപ്പോൾ ചെക്ക് ചെയ്തൊന്നും വരില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ട് ബോണറ്റ് അടച്ചുകൊണ്ട് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബോണറ്റ് ചിലപ്പോൾ തുറക്കുന്നത് നമ്മൾ സർവീസിന് വരുമ്പോഴായിരിക്കും. അല്ലാത്ത പക്ഷം കസ്റ്റമർ ഒന്നും തന്നെ ഇതിനകത്ത് ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. ചില അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് തുറന്ന് നോക്കി എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കും, കൂളൻ ലെവൽ നോക്കും, എല്ലാം ചെയ്യും. ചിലപ്പോൾ അതല്ല വേറെ ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഓട്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബോണറ്റ് തുറക്കണമെങ്കിൽ അടുത്ത സർവീസിനെ തുറക്കുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ചെയ്ത ഭാഗം പക്കയായിട്ട് അടിഭാഗമാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഈ അഴിച്ച ഭാഗങ്ങളായാലും ശരി, അഴിക്കാത്ത ഭാഗങ്ങളാണെങ്കിലും ശരി, കംപ്ലീറ്റ് ഒരു 2-3 മണിക്കൂർ റണ്ണിങ്ങിന് വിട്ടതിന് ശേഷം ഫുള്ള് ഓയിലിലേക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂർ മേലെയായി ഓടാൻ തുടങ്ങിയിട്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്കയാണ്, ക്ലിയറാണ്. അതുപോലെ താഴെ ലീക്കുകളോ കൂളൻറ്റിൻ്റെ ലീക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് പെൻഡിങ്ങുള്ള ഒരു വാട്ടർ വാഷ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാണ് ഇതിനകത്ത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.